കുമാരനെന്നും പറഞ്ഞൊരുത്തന്റെ ഒരു ആലോചനയുണ്ടെന്ന് ശ്രീനിവാസൻ എഴുതിയിരുന്നു. അത് നടക്കില്ല അപ്പൂപ്പ. അതെന്താ? അത് നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച ബന്ധമല്ല. അവനൊരു ടാക്സി ഡ്രൈവറാണ്. ശ്രീനിവാസൻ ഇഷ്ടമാണെന്നാണല്ലോ എഴുതിയിരുന്നത്. അപ്പൂപ്പനോട് മറച്ചു വെക്കാതെ കാര്യങ്ങൾ പറയാമല്ലോ. അമ്മയുടെ മരണവും ആക്സിഡന്റും എല്ലാം കൊണ്ടും അച്ഛന് പഴയ ബുദ്ധിയും വിവരമൊന്നും ഇല്ലാതായി. അങ്ങനെ വരാം. ഏത് കോന്തന്റെ കൂടെയെങ്കിലും ആച്ചി അയച്ചാൽ മതിയെന്ന ഒരേ വിചാരമാ. ബുദ്ധിയുടെ പിടിപ്പുകേട് കൊണ്ടാണ്. അങ്ങനെ പറയാപ്പൂപ്പ. ആച്ചി ഇവിടുന്ന് പോയാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്നെങ്കിലും വിചാരിക്കണ്ടേ? ഞങ്ങളുടെ ഒരു കാര്യത്തിനും ആച്ചി ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അയ്യോ, അത് അങ്ങനെ ആയിരിക്കണമല്ലോ. ആച്ചി വരുന്നുണ്ട്. അപ്പൂപ്പൻ എപ്പോ വന്നു? ഇപ്പോഴും വന്നതേ ഉള്ളൂ കുഞ്ഞെ. നീ ഒരു കഴുതയ്ക്കെടുക്കാനുള്ള തുണിയാണല്ലോ കഴുകിക്കൊണ്ട് വന്നിരിക്കുന്നത്. നിനക്ക് ഇതിനു വേണ്ടി തുണികളുണ്ടോ? ഒരാഴ്ചയായി തുണി കഴുകിയിടാൻ പറ്റില്ല. അത് താഴെ ഇട്ടോ. എടുത്ത് വൃത്തിയായി വലിച്ച് കഴുകിയിടണം. കണ്ടോ കണ്ടോ, സുലോചനയ്ക്ക് നിന്റെ തുണിയുടെ കാര്യത്തിൽ എന്ത് ശ്രദ്ധ. തുണി ഉണക്കാൻ കൊണ്ടിട്ടിട്ട് വരാം. വന്നിട്ട് ശ്രീനിവാസനെ കണ്ടില്ല. ശ്രീനിവാസന്റെ എഴുത്തനുസരിച്ച് നേരത്തെ വരാൻ പറ്റിയില്ല. അതിനുവേണ്ടി വരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല മാവ. ആ പയ്യൻ പിന്നീട് ഒരു വിവരവും അറിയിച്ചിട്ടില്ല. ആ ആലോചന വിട്ടേക്ക്. നമുക്ക് പറ്റിയ കല്യാണമല്ല ഗോപി. ആ അതെ, നമ്മുടെ നിലയ്ക്ക് ചേർന്നതല്ല. പിന്നെ അച്ഛന്റെ ഇഷ്ടം. അച്ഛന്റെ ഇഷ്ടമൊന്നും നോക്കാനില്ല. ഭാര്യയും മരിച്ച് നടുവ് ഒടിഞ്ഞ് ഒരേ കിടപ്പ് കിടക്കുന്ന ആളല്ലേ. ആച്ചിക്ക് പറ്റിയ ഒരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കാം. നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതായിരിക്കണേ അപ്പൂപ്പ. സുലോചനയുടെ ഒക്കെ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ചേർന്നതായിരിക്കത്തില്ല. അനിലേട്ടന്റെ വിവരം വല്ലതുണ്ടോ അപ്പൂപ്പ? അയാൾ അക്കരക്കാരൻ പ്രമാണിയല്ലേ. കൂട്ടുകാരനൊരു എഞ്ചിനീയറുടെ പേർക്ക് കുറെ രൂപ അയച്ചു കൊടുത്ത് വണ്ടംമേട്ടിൽ തന്നെ ഒരു ബംഗ്ലാവ് പണിയാണ്. തീരാറായി. പുതിയ ബംഗ്ലാവിലേക്കുള്ള ഗൃഹപ്രവേശവും പെണ്ണുകെട്ടും ഒരുമിച്ച് നടത്തണമെന്നാണ് മൂപ്പരുടെ പ്ലാൻ. പെണ്ണാലോചന വല്ലതും ഉണ്ടോ? സൗദിക്കാർക്ക് നീണ്ട ആലോചന ഇല്ലല്ലോ. പെണ്ണിനെ റാഞ്ചിക്കൊണ്ട് പറക്കുകയല്ലേ. അപ്പൂപ്പന് ചായയോ കാപ്പിയോ? പണ്ട് നീ വണ്ടംമേട്ടി വന്നപ്പോ തിളപ്പിച്ചെന്ന് ഓർമ്മയില്ലേ? കാപ്പിക്കുരുവിന്റെ തൊണ്ടിട്ട് തിളപ്പിക്കുന്ന കാപ്പിയാ എനിക്കിഷ്ടം. കാപ്പിക്കുരു ഞങ്ങള് കാപ്പിയുടെ സ്വാദ് അറിഞ്ഞുകൂടാത്ത മണ്ടന്മാർക്ക് വിറ്റ് കാശ് വാങ്ങി. ഇവിടെ കാപ്പിത്തൊണ്ടില്ലല്ലോ അപ്പൂപ്പ. തൽക്കാലം പൊടിയായാലും മതി. ഓടാനില്ല പെണ്ണെ. ഇനിയും പുതിയ കല്യാണാലോചന എന്ന് പറഞ്ഞാൽ നീ ഉടക്കിടും. പക്ഷെ അപ്പൂപ്പൻ പുതിയൊരു ആലോചന കൊണ്ടുവരും. മറ്റന്നാ പ്രഭാതത്തിൽ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് വന്നിവിടെ ഇരിക്കണം. വേണേ കുറെ കാപ്യം പലഹാരവും ഉണ്ടായിരിക്കും. ഒരു പയ്യൻ വരും. ഭഗവാനെ, ഹലോ ആച്ചി. അനിലേട്ടൻ? അനിലേട്ടൻ തന്നെ. കുളത്തിൽ മുങ്ങിച്ചാകാൻ പോയ അനിലേട്ടൻ. കയ്യിൽ കമ്പിത്തിരി കുത്തിയ അനിലേട്ടൻ. സന്തോഷം. പാടു മാഞ്ഞിട്ടില്ല. എപ്പോൾ വന്നു? ആച്ചി ദേവിയെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങിയതിന്റെ പിന്നാലെ ഇത്രയും നേരം ശ്രീനേട്ടനോടും അനന്തവരോടും അനന്തവനോടെല്ലാം സംസാരിച്ചിരുന്നു. ആച്ചി വേഗം പോയി കാപ്പി എടുക്കൂ. അനിലേട്ടനോടൊന്ന് സംസാരിച്ചോട്ടെ. സംസാരിക്കാൻ ഇവിടെ ആളുണ്ട്. വളരെ ശരി. സംസാരിക്കാൻ ഏത് കഴുതയെ കൊണ്ട് സാധിക്കും. കാപ്പി ഉണ്ടാക്കാൻ നീ തന്നെ വേണം. വേഗം ചെല്ല്. നമുക്ക് സംസാരിക്കാം. അനന്തരവനെ ഇരിക്കടാ.
സംസാരിക്കേ. പ്രായമായിട്ടും അമ്മാവന്റെ പഴയ സ്വഭാവത്തിന് മാറ്റമില്ല. അണ്ണാ മൂത്താൽ മരം കയറ്റം മറക്കുമോടാ. പോ. അപ്പൂപ്പന്റെ സംസാര രീതി തന്നെയാ അനിലമ്മാവന്റെ. തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന ഒരു ദോഷം എനിക്കുണ്ട്. എന്തൊന്നും ആച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ചായക്കടയിലെ പലഹാരം പോലെ. എനിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അല്ലേ എന്റെ വേളെ. അമ്മാവൻ വണ്ടൻമേട്ടിൽ ജനിച്ചു വളർന്നവനല്ലേ. ഉണക്കമീനും മുട്ടയൊക്കെയാണ് പ്രിയം. മുട്ട ഓംലേറ്റ് ആക്കരുതായിരുന്നു. മുട്ട റോസ്റ്റാണ് അമ്മാവന് പ്രിയം. ആച്ചിയുടെ പ്ലേറ്റ് എവിടെ? ഞാൻ പിന്നെ കഴിച്ചോളാം. അതല്ലല്ലോ പുഷ്പാലയത്തിലെ പതിവ്. വേഗം ഒരു പ്ലേറ്റ് കൂടെ വിളമ്പ്. ഞാൻ പിന്നെ കഴിച്ചോളാം അനിലേട്ടാ. പിന്നെ കഴിച്ചോളൂ. ഓ അങ്ങനെയാ. ചേച്ചി ഉണ്ടായിരുന്നപ്പോഴത്തെ പതിവൊക്കെ വിട്ടോടാ ഗോപി. അമ്മാവൻ കഴിക്കൂ. അമ്മാവൻ പഴയ പതിവ് തുടരാനാണ് ആഗ്രഹിക്കുന്ന അനന്തരവനെ. ആച്ചിയുടെ കൂടെ കഴിക്കുന്നുള്ളൂ. പ്ലേറ്റ് 3 മതി. ഇരിക്കേ. ഇരിക്കാൻ. കഴിക്കേ. അറയ്ക്കണ്ട, കഴിക്കേ. കഴിക്കേ. ശ്രീനേട്ടാ ഒന്ന് എഴുന്നേറ്റിരിക്കൂ. ഞങ്ങൾ കാപ്പി പിടിച്ചു. ചേച്ചിയുടെയും ശ്രീനേട്ടന്റെയും വിടവ് തോന്നിച്ചില്ല. നിന്നെ കണ്ടതോടെ എനിക്കും ആനന്ദമായി അനിൽ. അപ്പോഴേ ശ്രീനേട്ടാ നിങ്ങളോട് 3 പേരോടുമായി ചോദിക്കുകയാണ്. നമ്മുടെ ആച്ചിക്ക് ഒരു കല്യാണം വേണ്ടേ? പലതും ആലോചിച്ചു, നടന്നില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ചതായിരിക്കണം. സ്റ്റാറ്റസിന്റെ അളവുകോൽ എനിക്ക് അറിഞ്ഞൂടാ. ഗോപി, ഈ ആച്ചി ആദ്യം നിന്റെ പെങ്ങളായിരുന്നു. ചേച്ചി മരിച്ചതോടെ അമ്മയുടെ സ്ഥാനം ആച്ചിക്കായി. പിന്നീട് നിങ്ങൾ അവളെ അടുക്കളക്കാരിയാക്കി. ഇനി നിന്റെയും സുലോചനയുടെയും അമ്മായിയാകാൻ പോകുന്നു. ശ്രീനേട്ടാ, ആച്ചി എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? നമ്മൾ ഒരുമിച്ച് വണ്ടൻമേടിന് പോകുന്നു. അവിടെ വെച്ച് ഞങ്ങളുടെ വിവാഹം. അത് കഴിഞ്ഞ് ശ്രീനേട്ടനോടൊപ്പം എന്റെ പുതിയ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നു. വണ്ടൻമേടിന്റെ അനശ്വര സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട്. അനിൽ, നീ ഒരു മുത്താണടാ. നിന്നോട് ചേരാൻ ഒരു മുത്തേ ഉള്ളൂ. എന്റെ ആച്ചി, മുത്തോട് മുത്ത് ചേരണം.